ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഉടൻ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പല പല പേരുകൊണ്ട് ജോയി, ആര്യാടൻ ഷൗക്കത്ത്, അങ്ങനെ പല പല പേരുകളും അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വളരെ പോസിറ്റീവ് അല്ലേ? പല പേരുകൾ പറഞ്ഞു കേൾക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ലീഡർഷിപ്പ് അവൈലബിലിറ്റി ഞങ്ങൾക്ക് നിലമ്പൂരിലുണ്ട് അല്ലേ? വളരെ ടോളായിട്ടുള്ള നേതാക്കന്മാർ. ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞാൻ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ ജനപ്രതിനിധിയായ ഒരാളാണല്ലോ ഞാൻ. പാലക്കാട് നടന്നതുപോലെ, പുതുപ്പള്ളിയിൽ നടന്നതുപോലെ, തൃക്കാക്കരയിൽ നടന്നതുപോലെ ലീഡർഷിപ്പ് പറയുന്നുണ്ട്, ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ ആദ്യം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി അത് ഐക്യജനാധിപത്യ മുന്നണിയുടേതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ടോളായിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ട്. തിരിച്ചപ്പുറത്ത് എന്താ അവസ്ഥ? ഇപ്പൊ നിങ്ങൾക്കിപ്പോ എന്നോട് UDF സ്ഥാനാർത്ഥികൾ ഇവരൊക്കെ ആയിരിക്കില്ലേ എന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ട്. തിരിച്ച് നിങ്ങൾക്ക് പറയാനൊരു പേര് നിലമ്പൂരിൽ, പറയാനൊരു പേര് നിലമ്പൂരിൽ LDF പറയാനൊരു പേര്, അവിടെ BJP മത്സരരംഗത്തില്ല എങ്കിലും അവർക്കുണ്ടോ? അപ്പൊ അതുകൊണ്ട് പറയാൻ പേരുള്ള പാർട്ടി, പറയാൻ പേരുള്ള മുന്നണി ആധികാരികമായി ജനങ്ങളോട് പറഞ്ഞ് ജയിക്കുക തന്നെ ചെയ്യുന്നതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത്. അല്ല, അത് സർക്കാർ ഏറ്റെടുക്കട്ടെ. തെരഞ്ഞെടുപ്പിന് മുന്നേ ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയല്ലേ, സർക്കാരിന് ധൈര്യമുണ്ടോ? ഇത് 4 വർഷമായിട്ട് അവിടെ ഇവിടൊക്കെയായി പോയി കുറെ പരിപാടികൾ നടത്തി പൊതുജന ഖജനാവിൽ നിന്ന് പണമെടുത്തിട്ട് ആഘോഷമല്ലോ. എന്നിട്ട് PR ഏജൻസിക്കാരെ കൊണ്ട്, ചില PR ഏജൻസിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തലത്തിലുള്ള ചില മാധ്യമങ്ങളെയും കൊണ്ടും ഒക്കെ പറഞ്ഞല്ലോ ഈ സർക്കാർ കെങ്കേമമാണെന്ന്. ജനങ്ങളെ കൊണ്ടൊന്ന് പറയിക്കാമോ? ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ മാധ്യമങ്ങളും ഞാൻ പറയുന്നില്ല, ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് PR ചെയ്തുകൊണ്ട് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കെങ്കേമമാണെന്ന്. ആ കെങ്കേമമാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാൻ കഴിയുമോ? വെല്ലുവിളിക്കുകയാണ്. ഈ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുമോ? ഇത് ഞങ്ങളുടെ മാൻഡേറ്റ് ആയിരിക്കും, സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും, 26ലേക്കുള്ള സെമിഫൈനലായിരിക്കും എന്ന് പറയാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്ന് വളരെ സ്നേഹത്തോടെ, വിനയത്തോടെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുവാൻ ആഗ്രഹിക്കും. PV അൻവറിന്റെ ഒരു എഫക്ട് എത്രത്തോളം അവിടെ ഉണ്ടെന്ന് കരുതുന്നത്? PV അൻവറിന് സ്വാധീനമുള്ള ആൾ തന്നെയല്ലേ PV അൻവറിന്റെ എഫക്ട് ഏതെല്ലാം രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് LDFന് ദോഷമല്ലേ? എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? ഈ സർക്കാരിന് വേണ്ടി ഏറ്റവും ആർജവത്തോടെ ആധികാരികമായി ബാറ്റ് ചെയ്തിരുന്ന കേരളത്തിലെ ബാക്കി 99 MLA-മാരിൽ നിന്ന് വ്യത്യസ്തനായി, ഭരണപക്ഷ MLA-മാരിൽ നിന്ന് വ്യത്യസ്തനായി എനിക്ക് പിതൃസ്ഥാനീയനാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞ, എനിക്ക് പിതൃസ്ഥാനീയനാണ് പിണറായി വിജയൻ എന്ന് വേറെ ഏതെങ്കിലും ഒരു MLA പറഞ്ഞോ? വേറെ ഏതെങ്കിലും ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് പിതൃസ്ഥാനീയനാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ പ്രതിഷേധിച്ച് രാജിവെച്ച് പുറത്തേക്ക് വരുമ്പോൾ ശ്രീ PV അൻവറിന് എത്രമാത്രം എഫക്ട് ഉണ്ട്? അതിന്റെ ഒരു പെർസെന്റേജ് കണക്കാക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. അപ്പൊ എത്രയെല്ലാം പെർസെന്റേജിൽ എഫക്ട് ഉണ്ടായാലും അതിന് ഒറ്റ വോട്ടാണെന്ന് വിചാരിച്ചു. ശ്രീ PV അൻവറിന്റെ ഒറ്റ വോട്ടാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ LDFന് കിട്ടിയ ആ ഒറ്റ വോട്ട് LDFിൽ നിന്ന് മാറുകയല്ലേ? അതിന്റെ ഗുണം ആർക്കാണ്? ഒറ്റ വോട്ടാണെങ്കിൽ പോലും അവർ പറയുന്നുണ്ടല്ലോ, CPM പറയുന്നുണ്ടല്ലോ ഒരു സ്വാധീനവും ഇല്ല. അത് അവരാണ് പറയേണ്ടത്, അവരുടെ MLA ആയിരുന്ന ആൾക്ക് സ്വാധീനം ഉണ്ടോ ഇല്ലെന്ന്. ഇനി ആ ഒറ്റ വോട്ടാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ LDFന് കിട്ടിയ ആ വോട്ട് തവണ മാറാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഇഫക്റ്റുകളെല്ലാം UDFന് അനുകൂലമാണ്.